ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാനിൽ തുടർച്ചയായി പെയ്യുന്ന മഴ വെള്ളിയാഴ്ച ശമിച്ചു. വടക്കൻ ഗവർണറേറ്റുകളിലും ദൗഫറിലെ വിവിധ സ്ഥലങ്ങളിലും ചെറിയ തോതിൽ മഴ ലഭിച്ചു. അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യാതെ മഴ കടന്നു പോകുന്നതിന്റെ ആശ്വാസത്തിലാണ് ഒമാനിലെ സ്വദേശികളും വിദേശികളും. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം വെള്ളം നീങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥ ദുർബലമായതിനാൽ ഗവർണറേറ്റുകളിലെ ഉപകമ്മിറ്റികൾ ഉൾപ്പെടെ നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ദൗഫാർ, അൽവുസ്ത, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇവിടുത്തെ വിവിധ പ്രദേശങ്ങളിൽ 10 മുതൽ 30 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. മുന്നറിയിപ്പുകൾ അവഗണിച്ച് വാദികൾ മുറിച്ചു കടക്കുന്നതിന് ദൗഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഒരു കൂട്ടം ആളുകളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് റോഡിലെ തടസ്സങ്ങളും മണ്ണും കല്ലും അധികൃതർ നീക്കി തുടങ്ങിയിട്ടുണ്ട്. റോയൽ ആർമി ഓഫ് ഒമാൻ യൂണിറ്റുകൾ മഴബാധിത പ്രദേശങ്ങളിൽ വിവിധ സേവന പ്രവർത്തനങ്ങളും നടത്തി. അതേസമയം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഒമാനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഴയാണ് പെയ്തത്. കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു. ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകളിൽ ഓൺലൈനിലൂടെയായിരുന്നു അധ്യയനം. മോസലാത്ത് ഇന്റർസിറ്റി ബസ് സർവീസുകൾ ചില റൂട്ടുകളിൽ റദ്ദാക്കിയിട്ടുണ്ട്. സീബ്, മബേല, സുവൈക്ക്, മുസന്ന, ബുറൈമി, റുസ്താഖ്, ഷിനാസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്ത്. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പ്രസ്താവനയിൽ അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലെ അക്കൗണ്ട് പിന്തുടരുമ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പാക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും CBO ആവശ്യപ്പെട്ടു. പല ആളുകളും അക്കൗണ്ടുകളുടെ ആധികാരികത ഉറപ്പുവരുത്താതെ പിന്തുടരുന്നതിനാൽ സാമ്പത്തിക നഷ്ടം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓൺലൈൻ തട്ടിപ്പിന് ഉപയോഗിക്കുന്നവർ CBOയുടെ എംബ്ലം ഉപയോഗിച്ചാണ് ഇരകളെ വലയിലാക്കാറുള്ളത്. ദാഖിയ ഗവർണറേറ്റിൽ തൊഴിൽ മന്ത്രാലയം പരിശോധനയുമായി രംഗത്ത്. ഏപ്രിൽ 28 മുതൽ മെയ് 2 വരെയുള്ള ദിവസങ്ങളിലായി ഗവർണറേറ്റിലെ കൺസെഷൻ ഏരിയകളിലായിരുന്നു പരിശോധനയും ബോധവൽക്കരണ സന്ദർശനങ്ങളും നടത്തിയിരുന്നത്. തൊഴിൽ സുരക്ഷയും ആരോഗ്യ നടപടികളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതുൾപ്പെടെ തൊഴിൽ നിയമവും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയുമായിരുന്നു ലക്ഷ്യം. തൊഴിൽ മേഖലയിലെ ഒമാനിവൽക്കരണവും തൊഴിലന്വേഷകർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികളും മന്ത്രാലയം അധികൃതർ വിശകലനം ചെയ്തു. ഞായറാഴ്ച ഒമാനിൽ നടക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളാണ് പരീക്ഷാ കേന്ദ്രം. സെന്റർ നമ്പർ 99110. ഒമാൻ സമയം 12:30 പരീക്ഷ ആരംഭിക്കുക. ഇത്തവണ 300ഓളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ വർഷം 269 പേരായിരുന്നു ഒമാനിൽ നിന്നും പരീക്ഷ എഴുതിയത്. പരീക്ഷാർത്ഥികൾ ഒമാൻ സമയം 9:30 മുതൽ റിപ്പോർട്ട് ചെയ്യണം. ഉച്ചയ്ക്ക് 12 മണിക്ക് ഗേറ്റുകൾ അടക്കും. പാസ്പോർട്ട്, പാൻ കാർഡ്, ലൈസൻസ്, ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന മറ്റേതെങ്കിലും ID കാർഡ് എന്നിവയുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖയാണ് കരുതേണ്ടത്. മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും അനുവദിക്കില്ല. അതേസമയം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നീറ്റ് പരീക്ഷയ്ക്കുള്ള കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ ഒമാൻ അടക്കമുള്ള പല ഗൾഫ് രാജ്യങ്ങളും പുറത്തായിരുന്നു. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിന് ശേഷം ഒമാൻ അടക്കം 6 ഗൾഫ് രാജ്യങ്ങളിലായി 8 കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്ത് 14 നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുകയായിരുന്നു. ഒമാനിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ മസ്കറ്റിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗിനും നിവേദനം നൽകിയിരുന്നു. ഇതിനു പുറമെ നടന്ന ഓപ്പൺ ഫോറത്തിലും വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും രക്ഷിതാക്കൾ നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിലാണ് 2022 ഒമാനിൽ ആദ്യമായി പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി 400-ലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഈ വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഒരുങ്ങവെയാണ് അപ്രതീക്ഷിതമായി കേന്ദ്രം മാറ്റിയത്. ഇതോടെ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പോയി പരീക്ഷ എഴുതേണ്ട അവസ്ഥയായിരുന്നു. ഇതേ തുടർന്ന് ഈ വർഷം പരീക്ഷ എഴുതുന്നില്ലെന്ന് പല വിദ്യാർത്ഥികളും തീരുമാനിച്ചിരുന്നു.
കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ സൂർ, സലാല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മസ്കറ്റിൽ വെള്ളിയാഴ്ച തന്നെ എത്തിയിട്ടുണ്ട്. പലരും ബന്ധുവീട്ടിലും മറ്റുമാണ് താമസിക്കുന്നത്. റിയാദ് പ്രവിശ്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച വരെ ഓൺലൈൻ ക്ലാസ് ആയിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. മെയ് 8 വരെ മഴയ്ക്ക് സാധ്യതയുള്ളത് കാരണമാണ് നിർദ്ദേശം. കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ബുധനാഴ്ച വരെ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. ഖാസിം, അൽബഹ വടക്കൻ അതിർത്തികൾ, ജൌഫ്, ജസാൻ, അസീർ, മക്ക, മദീന, റിയാദ് മേഖലകളിലും പ്രതികൂല കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 94.4 മില്ലിമീറ്റർ മഴയാണ് ചില പ്രദേശങ്ങളിൽ ലഭിച്ചത്. അൽ ഖസീമിലെ ബുറൈദയിൽ 17.5 മില്ലിമീറ്റർ മഴ പെയ്തു. ഒമാൻ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറിന് പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ച് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സൗദ് അൽ മൗലിയുടെ ഉത്തരവ്. വ്യോമയാന രംഗത്ത് 3 പതിറ്റാണ്ടിന്റെ പ്രവൃത്തി പരിചയമുള്ള കോൺകോർഫിയറ്റാണ് പുതിയ സിഇഒ. ഒമാൻ എയറിന്റെ സാമ്പത്തിക മേഖലകളിൽ ഉൾപ്പെടെ സമ്പൂർണ്ണ മുന്നേറ്റം ലക്ഷ്യം വെച്ചാണ് പുതിയ നിയമനം. കഴിഞ്ഞ കാലങ്ങളിൽ സൗദി അറേബ്യ, ചൈന, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യോമയാന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള കോൺകോർഫിയറ്റിന്റെ അനുഭവ സമ്പത്ത് ഒമാൻ എയറിന് ഏറെ മുതൽക്കൂട്ടാകും. ആക്ടിംഗ് സിഇഒ ആയി കഴിഞ്ഞ കാലങ്ങളിൽ സേവനം ചെയ്ത നാസർ അൽ സൽമിയുടെ പിന്തുണയ്ക്ക് ഒമാൻ എയർ ബോർഡ് നന്ദി അറിയിച്ചു. അതിശക്തമായ മഴയും കാറ്റും വെള്ളപ്പാച്ചിലും ഉണ്ടാകുമെന്ന നിരീക്ഷണത്തെ തുടർന്ന് സൗദി അറേബ്യയിലെ 8 പ്രവിശ്യകളിൽ കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മക്ക, മദീന, ജീസാൻ, അസീർ, നജ്റാൻ, ഖസീം, ഈസ്റ്റേൺ പ്രൊവിൻസ്, റിയാദ് എന്നീ 8 പ്രവിശ്യകളിലെ വിവിധ ഏരിയകളിലാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുക. ശക്തമായ മഴയും കാറ്റും വെള്ളപ്പാച്ചിലും ഇടിമിന്നലുമെല്ലാം അനുഭവപ്പെടും എന്നതിനാൽ ജനങ്ങൾ റോഡുകളിലും മറ്റ് തുറന്ന സ്ഥലങ്ങളിലുമെല്ലാം ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി.